കുറിയേലായിസോൻ 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 പൗലോസ്ലീഹാ ധന്യൻ ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങളറി പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം തോവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും സ്തുതിയും നടുമയത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കുമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൾ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ ഉള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ആഹായി ബാറക്കുമോർ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയാമേലികളെ അർപ്പിപ്പീൻ. കർത്താവിനു പ്രിയരേ നിങ്ങൾ ശുചിയേഴും കാഴ്ചകളോടെ തൽപ്രകാരങ്ങളിലേറി പാവനമാ വഹായിൻ മുമ്പിൽ കർത്താവിനെ വന്ദിച്ചിടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. മറയ്ക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്നും. വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകയിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു.
യേശു തമ്പുരാൻ 12 ശിഷ്യന്മാരെ അയച്ച് അവരോട് പറഞ്ഞു, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ നിങ്ങൾ പോകുവീൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം അടുത്തു വന്നിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവീൻ. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിക്കുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ മനുശീലകളിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ വഴിക്ക് പൂക്കണമോ 2 ഉടുപ്പോ ചെരുപ്പോ വടിയോ കരുതരുത്. എന്തുകൊണ്ടെന്നാൽ വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലും ഗ്രാമത്തിലും കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആരെന്ന് അന്വേഷിക്കുക. അവിടെ നിന്ന് പുറപ്പെടുവോളം അവിടെ തന്നെ താമസിക്കുക. ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ചൊല്ലുക. ആ ഭവനം യോഗ്യമെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വാഴട്ടെ. അയോഗ്യമെങ്കിലോ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ആരെങ്കിലും വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ന്യായവിധിയുടെ ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോമ്യരുടെയും ഗോമാര്യരുടെയും ദേശത്തിന് ആശ്വാസമുണ്ടാകും. ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാപനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കുവീൻ എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. യജമാനൻ വരുമന്നേര ഉണറുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാ പകലെല്ലാം തൻ കൂടെ പണിതോ കവനാര കേട്ടി പരികർമ്മിച്ചിടും താതനിരത്തും മേശയ്ക്ക പരികർമ്മിക്കും സുതൻ റുഖുദിശാപ്പാറകലിത മുടയുന്നോരോ മുടി ഹാലേലുയ്യ ചൂടും മകുട Barkumo Stamangalo നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസദേക്കിനും തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹറോനും ശമൂവേലിനും തന്റെ ദൃഷ്ടാന്തം സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി ഏറ്റുപറയപ്പെട്ട ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേക ദൈവമായ കർത്താവിന് സ്തുതി. തനിക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുൽഹുന്യമോസോ ദഹായ ആമീൻ. ബാറക്കുമോർ
അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സർജനത്തിന്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദയവ് തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാന്ന പരിമഞ്ഞ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മശിയാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കുവാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്നോ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്നോ കരുണാപൂർവം തടുത്തു മാറ്റി കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ നിയോഗരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബ്ബാൻ ലൗൽമീ. ഞങ്ങളെ സൃഷ്ടിച്ച ഈ ആയുസ്സിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും പരിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ നിനക്ക് തിരുവുള്ളം തോന്നണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ ധാരാളമായ കരുണകളാൽ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അജ്ഞതയ്ക്കും വേണ്ടി ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്റെ മേൽ പരിമളവാസനയായി ഇതിനെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ ഫലവഴിപാടുകളും മോശയുടെയും അഹറോന്റെയും ആചാരത്ത ശുശ്രൂഷയും ശമൂവേലിന്റെ സമാധാനയാഗങ്ങളും നീ കൈക്കൊണ്ടതുപോലെ ബലഹീനരായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ശുശ്രൂഷയെ നീ കൈക്കൊള്ളണമേ. വിശുദ്ധ ശ്രീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാരത്തെ ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരങ്ങളായ ഞങ്ങളുടെ കൈകളിൽ നിന്ന്
ഈ പരിമളധൂപത്തെ അംഗീകരിക്കണമേ. മാലിന്യമില്ലാത്ത ഈ ബലി നിനക്കർപ്പിക്കുവാനും ന്യായവിധിയുടെ ദിവസത്തിൽ നിന്റെ മശിഹായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടുകൂടെ നിന്നിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഹോശോ വബുകൂലസുബാൻ ലവുൽമീ. ആമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Kadish Bro Abo Kadisho Amen. Kadish Bro Kadisho Amen. Kadish Roho hayo Kadishodam Kadish Lefermod hatoyo abde Kado es mesaraham Anabishosan Anabishoso Dabohan Rabonan Malfonan Varanidan Wadukulahunani Damhaimni Sadaito Kadishato Batraihun Ulmal ആമീൻ. ബാറക്കുമോർ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശം സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനജനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്തോളവനും സകലവും താൻ മാത്രം വെച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമണിസായ പ്രകാരം സ്രോതത്തിലും ഇറങ്ങി ദൈവമാതാവായ വിശുദ്ധനെ അറിയാവുമെന്ന് ശരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എടുത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ കൊടുത്തുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വിളി മഹത്വത്തോടെയും വരുവാന്നിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഗൃഹായാലും കാതോലികവും സ്ലേഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിനും വരുവാന്നിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു
നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം. ഇപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേതു കരുണയുടെയും അലിവിൻ്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം നാഥ കൃപ ചെയ്തിടണമേ, നാഥ കൃപ ചെയ്യുക കനിവാ, നാഥ ഉത്തരമരുളി ചെയ്ത് അടിയാരോടു കൃപ ചെയ്യണമേ. നല്ലവനെ ഞങ്ങളുടെ ബലഹീനതയോടുത്തരമരുളണമേ. ബാർക്കുമോർ സ്തോമൻ കാലോ കർത്താവേ, നിന്റെ ഇടവകയിലെ വിവേകബുദ്ധിയുള്ളവരായ ആളുകൾക്ക് ശാശ്വത സമാധാനവും അഭേദ്യമായ ശാന്തതയും ക്ഷയിച്ചു പോകാത്ത സ്നേഹവും പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ലെവുൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. അന്യോന്യം ശ്ലോമോ നൽകിൻ. തൽസ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. തൽസ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിനു ശേഷം
കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളോവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി വിശ്വാസത്തോടുകൂടി തലകുനിച്ചു നിൽക്കുന്ന നിന്റെ മക്കളെ സമാധാനം പാലിക്കുന്നവർക്കായി നീ ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ആമേൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഞങ്ങൾ പാപജനകമായ വികാരങ്ങൾക്ക് അകന്നവരും നിന്റെ രാജ്യത്തിൽ സമീപസ്ഥരും ഭവനാവകാശികളുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ആമേൻ. ബറക്കുമോർ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിയാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, അനാദ്യന്ത ചിന്തയുടെ രണ്ടാമത്തെ മഹനീയതയാകുന്ന ആത്മീയരും അദൃശ്യരുമായ സൃഷ്ടികളോടും ചേർന്ന് കർത്താവ് പരിശുദ്ധൻ 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 എന്ന സ്തുതികീർത്തനങ്ങളാൽ നിന്റെ സവിശേഷതകളെ ഞങ്ങൾ വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പഴയതിനെ മായ്ച്ചു കളയുന്ന പുതിയ നിയമത്തെ നിറവേറ്റുവാൻ നമ്മുടെ കർത്താവിന് തിരുവള്ളം തോന്നിയപ്പോൾ രക്ഷാമർമ്മമടങ്ങിയിരിക്കുന്ന പുളിപ്പുള്ള അപ്പമെടുത്ത് പിതാവിങ്കിലേക്ക് ദൃഷ്ടി ഉയർത്തി സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറക്കുമോ വക്സോ മുറിച്ച് തന്റെ അത്താഴ വിരുന്നിലെ
പങ്കാളികൾക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് എന്നെ അനുഗമിക്കുന്ന സകല വിശ്വാസികൾക്കും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി അനുഭവിക്കുവാനായി വിഭാഗിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായേ ദൽ ഓ ലാമുൽമീ. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും യുക്തമായി ചേർത്ത് കലർത്തിയ ജീവന്റെ പാനപാത്രവും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാർക്കുമോ തന്റെ രഹസ്യത്തിൽ പങ്കാളികളായവരെ ഏൽപ്പിച്ച് അവരോട്, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും അനുഭവിക്കുവീൻ. ഇത് പാനം ചെയ്യുന്നവർക്ക് ഇത് മൂലം രക്ഷ ലഭിക്കുകയും നിർമ്മല മനസാക്ഷിയോടുകൂടി ഇതനുഭവിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. വൽഹായേ ദൽ ഓലാമുൽമീ. ഈ പ്രബോധനത്തോടും ധൈര്യപ്പെടുത്തലോടും കൂടി ഈ രഹസ്യം നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ഓർമ്മയെ നിങ്ങൾ നിർവഹിപ്പീനെന്ന് കൽപ്പിച്ചു. അദാമോ ദോസേനോ നിൻ മൃതിയോർത്തങ്ങൾ നിൻ ഉത്ഥാനമതേറ്റോദി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾ. കർത്താവേ, നിന്റെ ജനനം, ചേലാകർമ്മം, അമ്മോദീസ, കുരിശാരോഹണം, കബറടക്കം, പുനരുദ്ധാനം, സ്വർഗാരോഹണം ഇവയൊന്നും ഞങ്ങൾ മറക്കുന്നില്ല. സകല മനുഷ്യരെയും മാലാഖമാരെയും ഒരേ വേദിയിൽ നിർത്തുകയും ഉത്തമന്മാർക്കും ദുഷ്ടന്മാർക്കും യഥാർത്ഥമായ പ്രതിഫലം നൽകുകയും ചെയ്യുന്ന വലിയ മഹത്വത്തോടു കൂടിയ നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാറക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി നല്ലവനെ ദയവ് തോന്നി എൻ്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ.
പരിശുദ്ധ റൂഹാന്തര്യമായും അദൃശ്യമായും ഇറങ്ങി ആവസിച്ച് ഈ അപ്പത്തെ ജഡധാരണം ചെയ്ത നമ്മുടെ കർത്താവിൻ്റെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. ഈ കാസായെ ഗോകുൽത്തായുടെ മുകളിൽ ചൊരിയപ്പെട്ട രക്തവുമാക്കി തീർക്കുമാറാകട്ടെ. ഞങ്ങൾക്കും ഈ വിശുദ്ധരായ ശരീരങ്ങൾ അനുഭവിക്കുന്നവർക്കും ഇവ പാപമോചനത്തിനും കടങ്ങളുടെ പരിഹാരത്തിനുമായി തീരണമേ. ഇവയാൽ വരുവാനുള്ള ലോകത്തിൽ സ്വർഗരാജ്യത്തിലെ നിത്യജീവന് ഞങ്ങളും അവകാശികളായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂലസ് ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ ദേശന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീയസന്മാരായ ആബൂന്മാർ ഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ വന്യപിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആടുകളെ ചീന്തിക്കളയുവാൻ ഉദ്യമിക്കുന്ന കുഞ്ഞാട് വേഷധാരികളായ ഉഗ്രചെന്നായ്ക്കളെ വേഗത്തിൽ മായ്ച്ച് കളയണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂലസുബാൻ ലവൽമീ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധ പകടിന പരീക്ഷകളാകപ്പെട്ട് നില്ലാശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നേവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാടുകളിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സഹാരം ബലഹീനമായി മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനും ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായി അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സകലത്തിലും ശക്തിയുള്ളവനായ നിനക്ക് അസാധ്യ കാര്യങ്ങൾ എളുപ്പമുള്ളവയും വിഷമസംഗതികൾ നിഷ്പ്രയാസങ്ങളുമാകുന്നു. വിവിധ കാര്യങ്ങളാൽ മനോഭാരത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്നവരും നിന്റെ ആലയത്തിൽ ഒന്നുകൂടിയിരിക്കുന്നവരുമായ ഈ നിന്റെ മക്കളുടെ എല്ലാ വിഷമസംഗതികളെയും നീ നിഷ്പ്രയാസങ്ങളാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂലസുബാൻ ലവൽമീ. നാലു ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേരാകളെയും സത്യവിശ്വാസം ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സനത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസനായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ ഭരിക്കുന്നവർക്ക് നീ സഹായഹസ്തം നീട്ടിക്കൊടുക്കുകയും നിന്റെ വലതുകൈയുടെ സഹായം അവർക്ക് നൽകുകയും ചെയ്യണമേ. അതുമൂലം അവർ നിന്റെ ഏകപുത്രന്റെ സ്ലീവായുടെ ശത്രുക്കളുടെ നേരെ വിജയികളും ശ്രേഷ്ഠരുമായി കാണപ്പെടുവാൻ ഇടയാകണമേ. അവനോടുകൂടെ നിനക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഹോശോ വബുകൂലസുബാൻ ലവൽമീ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നീബിയന്മാരെയും
പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും എവൻഗലിയോസ്തന്മാരെയും സഹദേവന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാർ യോഹാനോൻ മദ്ദാനായും ശമാശന്മാരിൽ പ്രധാനിയും സഹദേവന്മാരൻ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വത്സലന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറയ്ക്കണമേ. അവരുടെ ഗണങ്ങളിൽ ഞങ്ങളെ ചേർക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങൾ ക്രമീകരിക്കപ്പെടണമേ. അവരുടെ കൂട്ടത്തിൽ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ പോലെ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകണമേ. ഹോശോ ബറക്കുമോ ശ്ലഹീകവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ചങ്ങൾക്കായി ഏൽപ്പിച്ചെന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുമ്പ് കൂട്ടിയുന്നത് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും ഗുസ്ദീനോ പോലീസിലും എഫെസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പേലക്സീനോസും അന്തിമോസും മിയാവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മർക്കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിസ്തവ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീസ്മാ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ബുർദാനായും മാറപ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാർ തലവനായ മാർ ബർസോമായും മാർ ശമോൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ആ പിതാക്കന്മാരുടെ സത്യോപദേശങ്ങളിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. അവരുടെ മാതൃകയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. അവരുടെ പങ്കിനും അവകാശത്തിനും അവരുടെ കൂടെ ഞങ്ങളെയും യോഗ്യരാക്കണമേ. അവരുടെ കൂട്ടത്തിൽ അവരെ പോലെ ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ അരുവികളുടെയും സകല ജഡങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻപോട്ട് ദുരാവിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധമദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വകാര്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം
കുറിയേലായിസോൻ എന്നാട്ട് പറയണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, ആന്തരിക മഹാസർപ്പത്തിൽ നിന്ന് നീ മൂലം അവ രക്ഷ പ്രാപിക്കണമേ. നാശിച്ചുഴിയിൽ നിന്ന് അവരെ രക്ഷിക്കപ്പെടുകയും വിനാശത്തിന്റെ പൊടിയിൽ നിന്ന് വെടിപ്പാക്കപ്പെടുകയും ചെയ്യണമേ. അവൻ മൂലം ഞങ്ങളും അവരും കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി അവനിൽ തന്നെ ഞങ്ങളും ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോയരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, രണ്ടാമത്തെ സൃഷ്ടിയിൽ പുതിയവരായി ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പുതുക്കപ്പെട്ടവരായി ഞങ്ങളെ ഒരുപോലെ നിന്റെ ആത്മീയ ദർശനം മൂലമുള്ള പുഷ്ടിക്ക് അർഹരാക്കി തീർക്കണമേ. അതുമൂലം സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേ ശിംശിയായോടും പരിശുദ്ധ റൂഹായോടും കൂടെ മഹത്വീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ വബുകൂല ആമേൻ. തന്റെ തിരുനാമരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോളം സ്ഥിതിക്കുകയും ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായെന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹാലേലൂയ ഹാലേലൂയ മുട്ടുന്നു ദാസർനാദം ബാറയ്ക്കുമോ കുറിയേലായിസോ. ിച്ചടിയാരേ ഹാലേലൂയ ഹാലേലൂയ അരിശം നീ കാക്കണമേ ബാറയ്ക്കുമോ കുറിയേലായിസോ. വാതിൽ തുറന്നേ പ്രാർത്ഥനയിൻ ഹാലേലൂയ ഹാലേലൂയ നാദം കേടണമേ ബാറയ്ക്കുമോ കുറിയേലായിസോ. നിന്നെ വിളിക്കുന്നേ നാ
ഹാലേലൂയ ഹാലേലൂയ നിന്നുദവിക്കായി ബലഹീന ബാറയ്ക്കുമോ കുറിയേലായിസോ നല്ലവനേ കാരുണ്യത്താൽ ഹല്ലേലൂയ ഹല്ലേലൂയ നൽകണമേ യാചിപ്പുകളെ ബാറയ്ക്കുമോ കുറിയേ കർത്താവേ കാരുണ്യത്താൽ ഹാലേലൂയ ഹാലേലൂയ കനിവടിയാരിൽ ചെയ്യണമേ ബാറയ്ക്കുമോ കുറിയേലായിസോൻ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നെ സ്തുതിക്കുവാൻ വേണ്ടി നിർമ്മിതമായിരിക്കുന്ന ഞങ്ങളുടെ നാവുകളെ നീ ചലിപ്പിക്കണമേ. ഞങ്ങളിൽ അങ്കുരിക്കുന്ന വികാരങ്ങളെയും ചിന്തകളെയും ആലോചനകളെയും ചലനങ്ങളെയും നീ നിയന്ത്രിക്കണമേ. നിന്റെ ഏകജാതന്റെ ഉപദേശത്തെ രാഗനൈർമല്യത്തോടുകൂടി ഹൃദയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഗുണകരവും ലാഭകരവുമായി വേഗത്തിൽ നീ വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, തിരുസന്നിധിയിൽ തലകുനിച്ച നിന്റെ സ്വർഗീയ കരുണകൾ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ജനത്തെ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ യോഗ്യരാക്കണമേ. നിന്റെ രാജ്യത്തിൽ നിന്റെ കൂടെ ആനന്ദിക്കുവാൻ അവരെ ഒരുക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂലസ് ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദേഹവേ, പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയില്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ
എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ബാർക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമേൻ. തന്റെ തിരുമേനിയുടെ അമൂല്യമായ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആമേൻ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജേ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാർ എന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. മോറിയോരാഹേ വേലൈനോവാ. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ യോ ഹാലേലൂയ. നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാർ ഹാലേലൂയ ഹാലേലൂയ. നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും ബാറയ്ക്കുമോ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. മൻവോലം ദാദാമുൽവോലം വൽമീനാമേ. ഭക്തർ പുകഴ്ച ഭാജനമേ. നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാഴ്ത്താൻ പക്കലപേക്ഷയണക്കേണം. സ്തൗമൻ കാലസ്കുറിയേലായിസോ. മന്നമകൾക്കായി ശിലോമോ വന്നേകിദൂതവരൻ നിന്നോടു കൂടൻ നാഥൻ നിൻ നിൽത്തന്നുദയമതും വാറയ്ക്കുമോ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. അഖില ജഗൽ പതിയേ നായക നായേറ്റി ഹോഷിച്ച അതിബഹുമാനിച്ചു മറിയ വലുതാം പടവായ്ത്താൻ ഒറിയോറാഹേ മേ
മോറാനേശു കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം. നയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ പോ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കും അവർ കുസ്തി പുഷ്ടികളും പാർക്കുമോ. വനവോലം വാദാവുൽ വോലം വൽമീനാമി. ഒരു പോലിങ്ങും മാർ പത്രോസ് പൗലോസ് ലീഹന്മാരെ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മേ ബഹുമാനിച്ചോർക്ക. സ്റ്റൗമൻ കാലസ് കുറിയേലായിസോ. പ്രാർത്ഥനയിൻ സമയമീതല്ലോ മോർ ഗ്രിഗോറിയോ. പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക. ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൽ കൈവാഴ്ത്തേണം. വാർക്കുമോ നിന്നെ വരിച്ചൊരു താതനും മോർദീവന്നാസ്യോ. നിന്നോർമ്മയെ ബഹുമാനിച്ച സൂതനും സ്തോത്രം. നിന്നെ മുടിച്ചൂടിയിടുന്ന റൂഹാവന്യൻ. നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാഹേ മേലൈനുവാദാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചീടാ. ഷീമോറോഹോ കാദിശോ ഹാദാളോഹോ ഷാരീറോ ലവോലം ഉൽമീൻ ആമീൻ. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ എവൻഗേലിയോൻ ഭാഗമായിട്ട് വായിച്ചത്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തനിക്ക് ചെല്ലേണ്ടിയിരുന്ന ഗ്രാമങ്ങളിലേക്ക് അയക്കുന്ന, മുന്നോടിയായിട്ട് അയക്കുന്ന സംഭവമാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരെ അയക്കുന്ന നേരത്ത് ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ശ്രദ്ധേയമായിരിക്കുന്ന 2-3 കാര്യങ്ങൾ നമ്മുടെ ധ്യാനത്തിനായിട്ട് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്: അവൻ അവരോട് ആജ്ഞാപിച്ചു, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്ക. രോഗികളെ സൗഖ്യമാക്ക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്ക, ഭൂതങ്ങളെ പുറത്താക്ക. സൗജന്യമായിട്ടാണല്ലോ നിങ്ങൾക്ക് കിട്ടിയത്, സൗജന്യമായിട്ട് കൊടുക്കാം. നിങ്ങളുടെ മടിശീലകളിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ, വഴിക്ക് പൊക്കണമോ 2 ഉടുപ്പോ ചെരുപ്പോ വടിയോ കരുതരുത്. എന്തെന്നാൽ വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ല. ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ
യോഗ്യൻ ആരെന്ന് അന്വേഷിക്കുക, അവിടെ തന്നെ പുറപ്പെടുവോളം പാർക്കുക. ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ചൊല്ലുക. ആ ഭവനം യോഗ്യമെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരും, അയോഗ്യമെങ്കിലോ നിങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോരും. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയും നിങ്ങളുടെ വചനം കേൾക്കാതെയും ഇരുന്നാൽ ആ വീട് പട്ടണമോ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. ഒടുവിൽ പറയുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കം ഇല്ലാത്തവരും ആയിരിക്കുവിൻ. വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ് ഇത്. ഞാൻ ആലോചിച്ചത്, ഈ നിർദ്ദേശങ്ങൾ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയപ്പോൾ ആ ശിഷ്യന്മാർക്കുണ്ടായ ആശങ്ക എത്ര വലുതായിരിക്കും. കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു അവിടോട്ടൊന്നും നിങ്ങൾ പോകണ്ട. ഒരു പക്ഷേ അവർക്ക് പോകുവാൻ ഇഷ്ടമുണ്ടായിരുന്ന ഇടങ്ങൾ അതായിരുന്നിരിക്കണം. അത് സഹിക്കാം. അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഒന്നും എടുക്കരുത്, പൊന്നെടുക്കരുത്, വെള്ളി എടുക്കരുത്, ചെമ്പ് വേണ്ട, നാണയം വേണ്ട. എന്തിന്? ഇടാൻ വസ്ത്രവും അല്ലെങ്കിൽ ധരിക്കുവാൻ ചെരുപ്പും, ക്ഷീണിച്ചു പോകാതെ ഇരിക്കുവാൻ ഊന്നി നടക്കാൻ വടിയും, ഇതുപോലും നിങ്ങൾ കൊണ്ടുപോകരുത്. പിന്നീട് കർക്കശമായിട്ട് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ ചെന്നാൽ യോഗ്യനുണ്ടെങ്കിൽ അവിടെ പാർക്കാം. മറ്റൊരു വേർഷനിൽ കാണുന്നത് സമാധാനപുത്രനുണ്ടെങ്കിൽ അവിടെ പാർക്കാം. നിങ്ങളുടെ സമാധാനം ആ ഭവനത്തിൽ നിൽക്കും. അവർക്ക് ആശംസിക്കണം. ഇല്ലെങ്കിലോ നിങ്ങളിലേക്ക് തിരികെ വരും. ആ ഭവനം നിങ്ങളെ കൈക്കൊള്ളുന്നെങ്കിൽ, കൈക്കൊള്ളാതെ ഇരുന്നാൽ അവിടുന്ന് പോരുമ്പോൾ നിങ്ങളുടെ കാലിൽ പറ്റിപ്പിടിച്ച പൊടി കൂടെ അവിടെ കുടഞ്ഞ് കളയുവീൻ. ഈ വാക്യങ്ങളെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ ഈ വാക്യങ്ങൾ ഏറെ അർത്ഥമുള്ളതാണ് എന്നാണ് എൻ്റെ ധാരണ. എല്ലാ കാലവും ദൈവവചനത്തിന് അർത്ഥമുണ്ട്. എന്നാൽ 20-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലോ ദൈവവചനത്തിൽ നിന്ന് ഊറ്റിയെടുത്ത ദൂത് അല്ല യഥാർത്ഥത്തിൽ 21-ാം നൂറ്റാണ്ടിൽ വേണ്ടത്. അതുകൊണ്ടല്ലേ 2000 കൊല്ലങ്ങളായിട്ടും ഇതിന് പറയുന്ന പേരെന്താണ്? സുവിശേഷം, നല്ല വിശേഷം, ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് till the end of the time, good news till the end of the world, end of our life. നമ്മുടെ മരണം വരെ, കാലഘട്ടത്തിൻ്റെ അന്ത്യം വരെ, ലോകത്തിൻ്റെ അവസാനം വരെ ഈ വാക്യങ്ങൾ സദ്വാക്യങ്ങളാണ്, ഗുഡ് ന്യൂസാണ്, അല്ലെങ്കിൽ നല്ല വാർത്തയാണ്. നമുക്കറിയാം, എൻ്റെ ശൈശവത്തിൽ അല്ലെങ്കിൽ എൻ്റെ ബാല്യത്തിൽ നല്ല വാക്യങ്ങൾ അല്ലെങ്കിൽ നല്ലതെന്ന് ഞാൻ കരുതിയ പലതും ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലതല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഭൗതികമായ പല കാര്യങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് നല്ലതല്ലതായിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവവചനത്തിൻ്റെ സവിശേഷത എന്താണ്? ഇറ്റ് ഈസ് ഗുഡ് ന്യൂസ് ഫോർ എവർലാസ്റ്റിംഗ് ഗുഡ് ന്യൂസ്. സദാകാലത്തേക്കും സുവിശേഷം തന്നെയാണ്. പ്രൊവൈഡഡ് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, our responsibility to explore the depth of the message of the word of God. ദൈവവചനത്തിൻ്റെ കാലികമായ അർത്ഥങ്ങൾ, അർത്ഥതലങ്ങൾ കണ്ടെത്താനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക മത പശ്ചാത്തലത്തിൽ ഈ വാക്യങ്ങളിൽ നിന്ന് ഇനി നമുക്ക് ഈ നൂറ്റാണ്ടിന് വേണ്ടിയിരിക്കുന്ന ദൂത് എന്താണ് കൈക്കൊള്ളേണ്ടത്? ആദ്യം പറഞ്ഞിരിക്കുന്നു, ശമര്യരുടെ നാട്ടിൽ നിങ്ങൾ പോകരുത്, ജാതികളുടെ ഇടയിൽ പോകരുത്. അതുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ കുറേ രാജ്യങ്ങൾ നമുക്കങ്ങ് ഉപേക്ഷിക്കാം എന്നാണോ, അല്ലെങ്കിൽ കുറേ ദേശങ്ങളിൽ പോകണ്ട എന്നാണോ അർത്ഥമാക്കുന്നത്? അങ്ങനെയല്ല. മലയാളി ചെന്നെത്താത്ത ഒരു ദേശവും ഇന്ന് ലോകത്തില്ല. അതിൽ തന്നെ സുറിയാനി ക്രിസ്ത്യാനികളില്ലാത്ത ഒരു നാടും ഇല്ല. അപ്പോൾ പിന്നെ
ശമര്യരുടെ നാട്ടിലും ജാതികളുടെ നാട്ടിലും പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുന്നെടുക്കുമോ? അങ്ങനെയെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ആർജിച്ചെടുക്കേണ്ട, അതിൽ നിന്ന് ഊറ്റിയെടുക്കേണ്ട ദൂത് എന്താണ്? ഏത് ദേശത്ത് ചെല്ലുന്നു ചെല്ലാതിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് നിർമ്മല സുവിശേഷത്തിൻ്റെ അന്തസത്തയ്ക്ക് യോഗ്യമല്ലാത്തത് എന്തെങ്കിലും ആ ദേശത്തുണ്ടെങ്കിൽ അതെടുക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ കാലിൽ പറ്റിപ്പിടിച്ചത്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാലിൽ പറ്റിപ്പിടിച്ച ചില പൊടിപടലങ്ങളുണ്ടല്ലോ, അതങ്ങ് വിട്ടുകളയണം. അതുകൊണ്ട് ശമര്യരുടെ നാട്ടിൽ, ജാതികളുടെ നാട്ടിൽ എന്ന് പറയുന്നത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് മെന്റ് ഫോർ ജോഗ്രഫിക്കൽ എൻറ്റിറ്റി. അത് ഭൂമിശാസ്ത്രപരമായ ഒരു വിലക്കല്ല. ഈ നൂറ്റാണ്ടിൽ അങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഭൂമിശാസ്ത്രപരമായ ഒരു വിലക്ക് കൽപ്പിക്കുകയല്ല ഈ വാക്യങ്ങൾ, മറിച്ച് ഏത് ഭൂമിശാസ്ത്രം, അമേരിക്കയോ ആഫ്രിക്കയോ ഓസ്ട്രേലിയയോ അതല്ല ജർമ്മനിയോ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ മറ്റ് ദേശങ്ങളോ, ഇനി അതല്ല, ഇനി കണ്ടെത്തപ്പെടാനായിട്ട് ഇനി കരകളുണ്ടെങ്കിൽ അവിടെയും ചെല്ലുക. പക്ഷെ പ്രൊവൈഡഡ് അവിടെ നിർമ്മല സുവിശേഷത്തിന് യോഗ്യമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാലിൽ പറ്റിപ്പിടിക്കരുത്. നിർമ്മല സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾക്ക് ചേരാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാലുകളിൽ പറ്റിപ്പിടിക്കരുത് എന്ന വലിയ ദൂതാണ് യഥാർത്ഥത്തിൽ ഈ വാക്യം നൽകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയും, കുറേ നാൾ അമേരിക്കയിൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ നാൾ ഡൽഹിയിൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏത് ദേശത്തെങ്കിലും പാർത്ത് കഴിയുമ്പോൾ നമ്മിൽ അനേക ആളുകൾക്ക് സുവിശേഷ മൂല്യങ്ങൾ അർത്ഥമില്ലാത്തതായി തീരുകയാണ്. നമ്മിൽ അനേക ആളുകൾക്ക് വേദപുസ്തകം തിന്മ എന്ന് പറഞ്ഞിരുന്ന, നിർമ്മല സുവിശേഷം തിന്മ എന്ന് പറഞ്ഞിരുന്ന പലതിനെയും സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, വായിച്ചു കാണുമായിരിക്കുമല്ലോ, ഒരു കാത്തലിക് കൺട്രിയാണ് അയർലൻഡ്. ഔദ്യോഗികമായ മതം കത്തോലിക്ക മതമാണ്. പക്ഷേ ലോകത്താദ്യമായിട്ട് സെയിം സെക്സ് എന്ന വലിയ വിപത്തിനെ, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ നിർമ്മല അർത്ഥങ്ങൾക്ക് ചേർന്ന് നിൽക്കാത്ത വിപത്തിനെ ജനങ്ങളുടെ ഹിതം പരിശോധിച്ചിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാഷ്ട്രം ഒരു കത്തോലിക്ക രാജ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭൗതിക ജോഗ്രഫിക്കൽ അതിർത്തികൾ അല്ല, ഭൂമിശാസ്ത്രമായ അതിർത്തികളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഏത് ദേശത്തും നിങ്ങൾ പോകാം, ചന്ദ്രനിലോ വേറെ ഏതെങ്കിലും ഗോളങ്ങളിലോ ഏത് വൻകരയിലോ നിങ്ങൾ പോകാം, പക്ഷേ യോഗ്യമല്ലാത്തത് എന്തെങ്കിലും അവിടുത്തെ സംസ്കാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നെങ്കിൽ അതങ്ങനെ തന്നെ ആവർത്തിക്കണം എന്ന് ധരിക്കരുത്. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞ വളരെ ചിന്തോദീപകമായ ഒരു കമന്റ്. അത് സത്യമാണെന്ന് ഉന്നതരായ ഓർത്തഡോക്സുകാരുടെ പല ഭവനങ്ങളിൽ പോയിട്ടുള്ള, നാട്ടിലും വിദേശത്തും പോയിട്ടുള്ള എനിക്ക് ഈ മത്ബഹായിൽ നിന്ന് സാക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ചത്തെ മനോരമയില ഞാൻ വായിച്ചത്, ഈ കണക്കിന് പോയാൽ കേരളത്തിലെ ഓരോ വീടും കൊച്ചു കൊച്ചു ബാറുകളായിട്ട് തീരും. ഞാൻ ഓർത്തു, നമ്മുടെ എക്സൈസ് മന്ത്രി വിദേശങ്ങളിൽ പോയിട്ടില്ലേ എന്ന്. വിദേശത്ത് പോയിട്ടുണ്ട് ധാരാളം തവണ. ഞാൻ അമേരിക്കയിലും യൂറോപ്പിലും എന്ന് വേണ്ട രാജ്യങ്ങളിലൊക്കെ പല ഓർത്തഡോക്സ് ഭവനങ്ങളിലും കാണുന്ന മഹാവിപത്തുകളിൽ ഒന്നിതാണ്. അമേരിക്കക്കാരൊക്കെ ഇവിടെ കാണും, അവർക്കെല്ലാം ബേസ്മെന്റ് എന്ന് പറയുന്ന ഒരു കേസ് കേട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബേസ്മെന്റ് ഒന്നുമില്ല, ഇത് അണ്ടർഗ്രൗണ്ടിൽ ഒരു ഫ്ലോർ ഉണ്ട്. അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില ആളുകൾ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാൻ ഉപയോഗിക്കുക. എന്നാൽ അനേക ഭവനങ്ങളിൽ ഈ ബേസ്മെന്റ് എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം ബാറുകളാണ്. എൻ്റെ
സഹോദരിയുടെ മക്കളുടെ വീട്, പുതുതായിട്ടൊരു വീട് അവർ കഴിഞ്ഞ ആണ്ടിൽ വാങ്ങിച്ചു. അത്യാവശ്യം നല്ലൊരു വീടാണ്. അത് കൂദാശ ചെയ്യാനായിട്ട് ഞാൻ അവിടെ ചെന്ന് ബേസ്മെന്റിലാണ് ഞാൻ ആദ്യം ചെന്നപ്പോൾ അവിടെ വളരെ വിശാലമായ ഒരു ബാറിനുള്ള ക്രമീകരണമുണ്ട്. നല്ല കൂടിയ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടുള്ള ടോപ്പും അതിന് വേണ്ട എല്ലാ ഈ ഡ്രിങ്ക്സ് ഒക്കെ വെക്കാനുള്ള നല്ല ബ്യൂട്ടിഫുൾ കേസ് എന്തുവാണ് പറയുന്നത്, ഷെൽഫുകളും ഒക്കെ ആയിട്ട് ക്യാബിൻസ് ഒക്കെ അടിച്ച് ഒന്നാം തരം സാധനം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഇനി ഇത് പൊട്ടിച്ച് പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഈ ബേസ്മെൻ്റ് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രാർത്ഥനാ മുറിയായിട്ട് മാറ്റാം. ആ ഒരു ഉപാധി പറഞ്ഞ് എന്നോട്, തിരുമേനി ഇത് പൊട്ടിക്കണമെങ്കിൽ ഭയങ്കര ചിലവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കടം വാങ്ങിച്ചാണേലും നിനക്ക് ആ കാശ് വന്നേക്കാം. എടാ, ഇതിരിക്കും തോറും അവന് ഈ വേണ്ട സ്വഭാവം ഒന്നുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ഇരിക്കും തോറും നിനക്ക് ടെംപ്ടേഷൻ വരും, നിന്റെ ഫ്രണ്ട്സൊക്കെ വരും, ഇത് അവസാനം എനിക്ക് കയറാനൊക്കാത്ത വീടായി തീരും. ഞാൻ കയറണോ അതോ ഇത് പൊളിച്ചു കളയാമെന്ന് അവൻ പറഞ്ഞു. നടന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓരോ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നല്ല കളർഫുള്ളായ ബോട്ടിലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അത് കിഴക്ക് വശത്ത് വയ്ക്കുകയും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് ചങ്ക് വേദനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. ജാതികളുടെ അടുക്കൽ പോകരുത്, ശമരിയരുടെ പട്ടണങ്ങളിൽ കയറരുത്. ഇത് ഭൂമിശാസ്ത്രപരമായ അതിരുകളെ അല്ല സൂചിപ്പിക്കുന്നത്. ഓരോ ദേശത്തും നിലനിൽക്കുന്ന സംസ്കാരങ്ങളുണ്ട്. ആ ദേശത്തിന് ആ സംസ്കാരം ആവശ്യമെങ്കിൽ അവർ ചെയ്യട്ടെ. നിർമ്മല സുവിശേഷത്തിന്റെ വാഹികളായിരിക്കുന്ന ഭാഗ്യവാനായ ഒസ്താത്തി സിരിമേനിയുടെ ഒരു പാട്ടിലെ വരികളല്ലേ അത്, സുവിശേഷത്തിന്റെ വാഹികളായി, ദൈവവചനത്തിന്റെ വാഹികളായി ഞങ്ങളെ ആക്കണമേ. അപ്പോൾ നിർമ്മല സുവിശേഷത്തിന്റെ ദൂതുവാഹകരായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടത് എന്താണ്? അതിരുകൾ യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ അല്ല, മറിച്ച് ഏത് ദേശത്ത് പോയാലും നിർമ്മല സുവിശേഷത്തിന്റെ അന്തസത്തയ്ക്കനുസരണമായി ജീവിക്കുന്നൊരു ശൈലി, അതിനെതിരായിട്ട് നിങ്ങളുടെ കാലുകളിൽ പിടികൂടാൻ സാധ്യതയുള്ള പൊടി എന്താ, അതാണ് നിരാകരിക്കേണ്ടത്. അല്ലാതെ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഇവിടെ ആരും ഷൂ ഇടാതെ ആരും പോവുകയില്ല. അപ്പോൾ പിന്നെ കാലിൻ്റെ ഇടയിൽ പൊടിയും പിടിക്കത്തില്ലല്ലോ, അപ്പോൾ പിന്നെ കൊട്ടിക്കളയാൻ പൊടിയില്ലല്ലോ, പിന്നെ സോക്സ് ഊരിക്കളയേണ്ടി വരും. അതും പലയിടത്ത് ചെന്നാൽ അതും വേണ്ട, ഷൂ ഇട്ടുണ്ടാ കയറുന്നത്. അപ്പോൾ അതല്ലല്ലോ അർത്ഥം. അറിയാതെ പിടികൂടുന്ന പൊടിപടലങ്ങൾ കാലിൽ മാത്രമല്ല, കരങ്ങളിൽ മാത്രമല്ല, ചിന്താഗതികളിൽ, വ്യക്തിത്വത്തിൽ കടന്നുകൂടുന്ന അയോഗ്യമായ പൊടികൾ വളരെയുണ്ട്. ഇതാണ് നീക്കം ചെയ്യേണ്ടത്. ഈ പൊടികളെയാണ് തട്ടിക്കളയേണ്ടത്. ഇന്ന് പലപ്പോഴും സ്റ്റാറ്റസിന്റെ സിമ്പലായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയിൽ തന്നെയല്ല, നമ്മുടെ നാട്ടിലുമില്ലേ വിവാഹത്തിന്റെ തലേന്ന് ഒരു ഉഗ്രം പരിപാടി. അമേരിക്കയിലാണെങ്കിൽ അച്ഛന്മാർ പോലും അവിടെ ചെല്ലണം. പിന്നെ കുറേ ശക്തരായ വൈദികര്, ട്രഡീഷൻ വളരെ കീപ്പ് ചെയ്യുന്ന വൈദികര് പലരും ഈ പണിക്ക് പോകാറില്ല. എനിക്ക് നേരിട്ടറിയാം. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ സ്വന്തക്കാരും ബന്ധുക്കാരും പക്ഷെ അമേരിക്കയിൽ നിന്നൊരു ഇവിടെ കണ്ടേക്കാം. ഒരുപാട് നല്ല നിലയിൽ ജീവിക്കുവാനും ഒരുപാട് നല്ല അവിടുത്തെ പുതിയ തലമുറയെക്കുറിച്ച് ഏറെ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. 30ഓളം ചെറുപ്പക്കാർ അവിടെ ജനിച്ചു വളർന്ന ഒരു വൈദികരായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നല്ല, നാട്ടിൽ കാണാത്തതിലും നല്ല ശൈലികൾ അവിടെ ഉണ്ടെന്നുള്ളതും ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ അതോടുകൂടി തന്നെ നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞതുപോലെ വീടുകളെ ബാറുകളാക്കരുത്. അതുകൊണ്ട് ശമറിയയിലോ മറ്റ് ദേശങ്ങളിലോ പോകരുത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഭൂമിശാസ്ത്രപരമായ അതിരല്ല, മറിച്ച് പോകുക നിങ്ങൾ ഭൂമിയുടെ അതിർത്തികളോളം എന്നാണ് അന്ത്യകൽപ്പനയിൽ അവൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോയാലും ശരി, യോഗ്യമല്ലാത്തത് നിങ്ങളുടെ കാലുകളിൽ കടന്നുകൂടിയാൽ, വ്യക്തിത്വത്തിൽ കടന്നുകൂടിയാൽ അതിനെ നിരാകരിക്കുവാനായിട്ടുള്ള ദൈവീക ക്രിസ്തീയ ആർജവത്വം സുവിശേഷങ്ങളിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത്, എവിടെങ്കിലും ചെന്നാൽ ആ വീട്ടിൽ പാർക്കണം. സമാധാന പുത്രനുണ്ടെങ്കിൽ സമാധാനം അവിടെ വസിക്കും, ഇല്ലെങ്കിൽ തിരിച്ചു വരും.
അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്നൊരു ദൂതെന്താണ്? സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുന്നത് യഹൂദന്റെ വീട്ടിലാകണം എന്ന് തന്നെയില്ല, നിങ്ങൾ ചെല്ലുന്നത് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ തന്നെ ആകണം എന്നില്ല. എന്താ കണ്ടീഷൻ? നിങ്ങൾ ചെല്ലുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ വസിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ചെല്ലുന്നത് യഹൂദന്റെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ വസിക്കട്ടെ എന്നുണ്ടോ? അല്ല. പിന്നെന്താണ്? നിങ്ങൾ ചെല്ലുന്നിടത്ത് സമാധാന പുത്രനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? റിലീജിയൻ ഈസ് നോട്ട് ദ അബ്സല്യൂട്ട് കസ്റ്റോഡിയൻ ഓഫ് പീസ്. സമാധാനത്തിൻ്റെ മുഴുവൻ കുത്തകയും മതത്തിൻ്റെതല്ല. കാരണം എന്താ? നമുക്കിന്നറിയാം 21-ാം നൂറ്റാണ്ടിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് മതങ്ങൾ ഉയർത്തുന്ന സമാധാനക്കേടാണ്, ഇൻക്ലൂഡിങ് അവർ ചർച്ച്. കക്ഷിവഴക്കായെങ്കിൽ അങ്ങനെ കണ്ണടച്ചില്ലെന്ന് ഇരുട്ടാക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കേരളത്തിൽ എത്രയോ സമാധാനക്കേട് കക്ഷിയുടെ തർക്കം പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്നു. സമാധാനക്കേട് എത്രയോ ഇസ്ലാം മതം രാജ്യങ്ങൾ ഉണ്ടാക്കുന്നു. സമാധാനക്കേട് ആർഷഭാരതത്തിലെ ശ്രേഷ്ഠ മതമായ ഹൈന്ദവ മതം ഉണ്ടാക്കുന്നു. സമാധാനക്കേട് മതങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ, അത് യഹൂദന്റെ വീട്ടിലോ മുസ്ലിമിന്റെ വീട്ടിലോ ക്രിസ്ത്യാനിയുടെ വീട്ടിലോ ഒന്നല്ല, മറിച്ച് ഇഫ് ദർ ഇസ് എ മാൻ വിത്ത് പീസ്, അവിടെ ഒരു മനുഷ്യൻ സമാധാനത്തിന്റെ പുത്രനുണ്ടെങ്കിൽ അവനാണ് സമാധാനം ആശംസിക്കേണ്ടത്. അതുകൊണ്ട് അതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ദൈവവിശ്വാസവും അതിനോട് ചേർന്ന് ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്ന മതവും പ്രാധാന്യമുള്ളതാണെങ്കിലും മതം സമാധാനത്തിൻ്റെ സർവനാശത്തിന് കാരണമാകരുത്. ഒരിക്കലും ഒരു ക്രിസ്ത്യാനി സമാധാന വിരുദ്ധ ആകരുത്. ക്രിസ്തീയത നഷ്ടപ്പെട്ടാലും ശരി, ക്രിസ്തു മതം ഇല്ലാതെ പോയാലും ശരി, സമാധാനത്തിനെതിരായിട്ട് നിൽക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നൊരു കാലഘട്ടം നമുക്ക് വേണം. അല്ലെങ്കിൽ ഈ സുവിശേഷമാവുകയില്ല, അത് പഴയ വാർത്തയാകും. ഗുഡ് ന്യൂസ് ആവുകയില്ല, അത് ബാഡ് ന്യൂസ് ആകും, അല്ലെങ്കിൽ ഓൾഡ് ന്യൂസ് ആകും. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഈ വാക്യങ്ങൾ, ഈ നിർമ്മല വാക്യങ്ങൾ, സദ്വാർത്തകൾ, സുവിശേഷങ്ങൾ, ഗുഡ് ന്യൂസ് ആയി നിലനിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയിരിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളിലെ ഈ വ്യത്യാസമാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കും. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ, പൂക്കും നിതുവയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ, ശരണത്താലേ നിൻ കൃപയിൽ. രക്ഷകനേ, നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ, മുകിലഴകിൻ മേല നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കയണിഞ്ഞെതിരേൽപ്പാന പോയിടുന്നോ, മുറിയോറാഹെ മേലൈ പരമാതിനുയരെ കർത്താവേ,
ബാറയ്ക്കുമോ ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനും നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്ന ദേവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുവൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലത്തിരുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സമ്മതിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമൂടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു വന്ന പുണ്യമുണ്ടാകുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഏകജാതന്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളുടെ വായുകൾക്ക് നീ യോഗ്യത നൽകിയല്ലോ. എന്നാൽ ഞങ്ങളുടെ വായുകൾ നിന്നെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ നാവുകൾ നിന്നെ മഹത്വപ്പെടുത്തുന്നതിനും പ്രാപ്തിയുള്ളതല്ല. അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ആരാധനയും യോഗ്യമാകുന്നു. ഹോശോ വബുകുല സബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം
വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഭക്ഷിക്കപ്പെടുവാനും ജീവന്റെ പുളിപ്പായി ഭവിക്കുവാനും വേണ്ടി സ്വയം നൽകിയ മശിഹാ തമ്പുരാനെ, നിന്നെ അനുഭവിച്ചിട്ടുള്ളവരെ, നിന്റെ രക്ഷാകരമായ കഷ്ടാനുഭവങ്ങളെ അപഹസിച്ചവരുടെ കൂട്ടത്തിൽ നീ ശിക്ഷിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ആമീൻ ബാരേക്കുമോ. നീതി പരാതവ തിരുഹൃദയേ ജീവജലാമൃതമൊഴുകുകയാൽ നീർത്തോടിനുമാനുഴലുമ്പോൾ ഞാനുമണഞ്ഞതു നുകരാനായി. കനവും നിനവും നീ മാത്രം, കരയും കരളിനു മധുരം നീ. കരുണകളാം നിൻ പുതുമന്ന അവനിലെന്നും ചൊരിയണമേ. ആമേൻ. കനിവിൻ കലവറയിൽ കിനിയും കൃപയിൻ ജലമലിവാൽ നൽകി എന്നാത്മാക്കറകള നീക്കി നിർമ്മല ചിത്തം നൽകണമേ. സ്മൃതികളിൽ ഞങ്ങൾ സ്തുതി പാടാം, വ്യഥകളിലും നിൻ സ്തുതി പാടാം. സ്തുതിയും സ്തോത്രവുമുടയോനും ദയയും കാവലുമടിയാർക്കും. ആമേൻ. നിർധനയാമാവിധവയുടെ ചില്ലിക്കാശിനു തുല്യമതായി നിന്തിരുസഭയുടെ സുതരിൽ നിൻ ഈ തിരുബലിയെ കൈക്കൊള്ളുക. കാഴ്ചയിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ല മരിച്ചോർ പുണ്യപ്പേ ടീറയരാനന്ദിക്കേണം. സെലൂൻ ബസ്ലമോ ആഹായ് നുഹാബിബായ്. എൻ്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും തണ്ണീർ കുടികളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുകയും. ആമേൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവേശു മിശിഹായുടെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റുഷ്മായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, പാപങ്ങളെ ക്ഷമിക്കും. വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലഹീനനും പാപിയും ആകുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണ കൈക്കൊള്ളപ്പെടുമാറാവട്ടെ. നിങ്ങൾ തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്താലെ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ആമീൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.